കേരളത്തിലെ ആദ്യത്തെ DTS തിയേറ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറന്നുപോയി, ഞാൻ ഓർപ്പിക്കാം. നമ്മൾ വിചാരിക്കുന്ന ഒരു ജില്ല അല്ല കേട്ടോ. ഓർമ്മയുണ്ടാകുന്നത്? യെസ്, നമ്മുടെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലെ ജൈത്ര സിനിമാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ DTS തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, അതെന്താണ് പെട്ടെന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കാത്ത സ്ഥലമല്ല അങ്ങനെയൊക്കെ പറയുന്നത്? അതിന്റെ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാലോ. നമ്മുടെ വയനാട് ജില്ലയെ സംബന്ധിച്ച് തിയേറ്ററുകളുടെ എണ്ണം വളരെ കുറവാണ്. അതിൽ തന്നെ മികച്ച സ്പെസിഫിക്കേഷനുള്ള തിയേറ്ററുകളും ചുരുക്കമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ഇത്രയും പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് DTS തിയേറ്റർ നിർമ്മിച്ച ആ ഒരു നമ്മുടെ തിയേറ്റർ ഓണറിന് നമ്മളൊരു വലിയ ഷൗട്ട് ഔട്ട് കൊടുക്കണ്ടേ. അപ്പോഴേ ജൈത്ര സിനിമാസിന്റെ കാര്യം പറയുവാണെങ്കിൽ 1980-കളിലായിട്ടാണ് ഈ ഒരു തിയേറ്റർ തുടങ്ങിയത് കേട്ടോ. അപ്പൊ അന്ന് തിയേറ്ററിന്റെ പേര് ജൈത്ര ടാക്കീസ് എന്നായിരുന്നു. പിന്നീട് ഒരു കഴിഞ്ഞ 3-4 കൊല്ലം മുന്നേ ആണ് നമ്മുടെ തിയേറ്ററിന്റെ റിനോവേഷൻ വർക്ക് ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഒരു വളരെ കാലം നീണ്ടു നിന്ന ഒരു റിനോവേഷൻ വർക്ക് തന്നെയായിരുന്നു. ഏതാണ്ട് ഒരു 2-3 കൊല്ലത്തോളം ആ ഒരു റിനോവേഷൻ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തിയേറ്റർ അപ്ഡേറ്റ് പറയുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, നമ്മുടെ ജൈത്ര സിനിമാസിൽ എന്താണ് പുതുതായിട്ട് വരാനായിട്ട് പോകുന്നത്. എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള അപ്ഡേഷനാണ് ആ തിയേറ്ററിൽ കൊണ്ടുവന്നത്. 4K DTS ആണ് ഈ ഒരു തിയേറ്ററിൽ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങിയ സമയത്ത് എന്നാ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ 27 3 സ്ക്രീനോട് കൂടിയ നമ്മുടെ DTS തിയേറ്റർ നമ്മുടെ ജൈത്ര സിനിമാസ് ഓപ്പൺ ചെയ്തത്. പക്ഷേ തുടങ്ങിയ സമയത്ത് സ്ക്രീൻ 1ഉം സ്ക്രീൻ 2ഉം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 2 സ്ക്രീനിലും 4K പ്രൊജക്ഷനും അതുപോലെ തന്നെ DTS ആണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2 സ്ക്രീനിലും DTS ആയിരുന്നു. അപ്പോൾ DTS എന്ന് പറയാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഒരു കാര്യം പറയാം. നമ്മുടെ ഡോൾബി അറ്റ്മോസിന് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള DTSന്റെ പ്രൊഡക്റ്റ് ആണ് DTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2 സ്ക്രീനിലും ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് 2 സ്ക്രീനിലും DTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടൊരു അപ്ഡേഷനാണ് തിയേറ്ററിൽ വന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താണ് തിയേറ്ററിൽ സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ 3ാമതൊരു സ്ക്രീനും കൂടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കുറച്ചു കാലം നീണ്ടുപോയി. ഇതേ ഇപ്പോൾ ആ ഒരു 3ാമത്തെ സ്ക്രീനും ഇപ്പോൾ നമ്മുടെ ജൈത്ര സിനിമാസിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആടുജീവിതം മാർച്ച് 28 റിലീസായത്. അപ്പം ആ ഒരു സിനിമയോട് കൂടിയിട്ടാണ് നമ്മുടെ സ്ക്രീൻ 3 ജൈത്ര സിനിമാസിൽ ഓപ്പൺ ചെയ്തത്. അപ്പൊ ഇനി പുതിയ സ്ക്രീൻ 3യുടെ കാര്യം പറയുവാണെങ്കിലേ മൊത്തം 214 സീറ്റാണ് വരുന്നത്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ് നമ്മുടെ സ്ക്രീൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മുടെ തിയേറ്ററിന്റെ ആ ഒരു സ്ക്രീൻ 3 ഇന്റീരിയർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെയാണ് സീറ്റിന്റെ കളർ കൊടുത്തിരിക്കുന്നത്. റെഡ് ബ്ലാക്ക് അങ്ങനെയാണ് സീറ്റിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സീറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വോളിന്റെ ഇന്റീരിയർ കാണാൻ പറ്റുന്നതേ തിക്കായിട്ടുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് തിക്ക് ലൈൻസ് ആണ് നമുക്ക് ഈ ഒരു സ്ക്രീനിന്റെ വോളിലും കാണാൻ പറ്റുന്നത്. ഇനി എന്താണ് സ്പെക്ക്? അപ്പോൾ എന്തായാലും തിയേറ്ററിലെ ആദ്യത്തെ 2 സ്ക്രീൻ, അതായത് 4K പ്രൊജക്ഷൻ, ക്രിസ്റ്റിയുടെ 4K പ്രൊജക്ഷൻ ആണ് ഈ സ്ക്രീനുകൾ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ DTS ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എന്തായാലും ഇതൊരു സെക്കൻഡറി സ്ക്രീൻ അല്ല, ഇതൊരു ടെർഷറി സ്ക്രീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ 4K പ്രൊജക്ഷൻ കൊടുത്തിട്ടില്ല, 2K പ്രൊജക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 2K എന്നുള്ള കാര്യം അവർ മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്നറിയോ, നമ്മുടെ തിയേറ്ററിന്റെ ആ ഒരു മുമ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റും 4K 2K എന്ന് അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3ാമത്തെ സ്ക്രീനിൽ 2K പ്രൊജക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ DTS ഒന്നും അല്ല കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ DTS 7.1 അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡോൾബി 7.1 ആണ് കേട്ടോ. അപ്പം ഒരേ തിയേറ്ററിൽ തന്നെ 2 സൗണ്ട് ഫോർമാറ്റുകളാണ് വന്നേക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ ജൈത്ര സിനിമാസിന് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കാണാൻ പറ്റുന്നത് ഓവേർഡ് സ്പീക്കേഴ്സ് ഒരു കൊടുത്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. പിന്നെ 18 സൗണ്ടിന്റെ സ്പീക്കേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇറ്റാലിയൻ ബ്രാൻഡാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അഡീഷണൽ സ്പീക്കേഴ്സ് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഭാവിയിൽ ഇതൊരു അറ്റ്മോസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ DTS ആയിട്ട് അവർക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഓവേർഡ് സ്പീക്കേഴ്സിന്റെ അഡീഷണൽ സപ്പോർട്ട് അതിന് സഹായകരമാകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ 3യിൽ പോയിട്ട് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആടുജീവിതം സിനിമ തിയേറ്ററിൽ ഓടുന്നുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് കണ്ട് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജൈത്ര സിനിമാസ് വയനാട് കൽപ്പറ്റ ജൈത്ര സിനിമാസിൽ ഇപ്പോൾ 1 അല്ല 2 അല്ല മൊത്തം 3 സ്ക്രീനാണ് വന്നിരിക്കുന്നത്. 4K പ്രൊജക്ഷൻ DTS കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കയറാം. അല്ല നിങ്ങൾക്ക് ഡോൾബിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്ക്രീൻ 3യിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നല്ല നല്ല മലയാള സിനിമകളൊക്കെ വരുന്ന സമയത്ത് ഇപ്പം എല്ലാം ഫുൾ പാക്ഡാണ് തിയേറ്റർ. ഏത് സിനിമകൾ വന്നാൽ പോലും എല്ലാം റൺ ചെയ്യാൻ പാകത്തിലുള്ള രീതിയിലുള്ള കേപ്പബിൾ ആയിട്ടുള്ള തിയേറ്ററാണ് നമ്മുടെ ജൈത്ര സിനിമാസ്. അപ്പോൾ ഞാൻ നിർത്തുവാണേ. അപ്പോൾ അടുത്ത വീഡിയോ. അപ്പോൾ അതുവരേക്കും ബൈ.